വിജയേട്ടനെ ആലോചിച്ചിട്ട് എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോ? ഇല്ല. എന്താ? അമ്മ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ജയിലിൽ പോയാൽ മതി. ഇനിയും കൊലക്കയറും കൂടെ വീഴിക്കോ കഴുത്തില്? കേൾക്ക് വിജയേട്ടാ. ആ പറ. മദ്രാസിലെ ശ്യാമളേച്ചി ഇല്ലേ, ശ്യാമള ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അനിയൻ റവന്യൂ മിനിസ്റ്ററുടെ PA. പക്ഷെ നമ്മളെന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കണം. ജാനിയെ ശ്യാമള ചേച്ചിയുടെ സഹായത്തിന് വിട്ടുകൊടുത്താ അവര് തിരിച്ചു ഒരു സഹായം ചെയ്യും. ഇത് ആരുടെ ഐഡിയടി? നിന്റെയോ അതോ നിന്റെ അമ്മയുടെയോ? അയ്യോ, എന്നെ വിട്ടേക്ക്. എനിക്ക് മന്ത്രിയും പരിചയമില്ല, മന്ത്രിയുടെ PAയും പരിചയമില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതി. അത് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റേതായ ഒരു ഡിമാൻഡുണ്ട്. അതെന്താ? നടേശന്റെ മകനും ജാനിയും തമ്മിലുള്ള കല്യാണം നടത്താൻ പറ്റില്ല. തന്നെ വാഴ വെട്ടണം അല്ലടി? എനിക്ക് ഒരു നിർബന്ധമില്ല. വിജയേട്ടന് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. വിജയേട്ടനെ ജയിലിൽ പോയി കിടക്കേണ്ടത് ഞാനല്ല. ഞാൻ നിന്റെ ആരടി? ഞാൻ ജയിലിൽ പോയി കിടന്നാൽ നിനക്ക് ഒന്നുമില്ലേ? ഭർത്താവ് ജയിലിലാകുമെന്ന് കേട്ടാ ഭാര്യ എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കഥകളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നീ ആ തക്കം നോക്കി നിന്റെ വൃത്തികെട്ട ദുർവാശികൾ സ്ഥാപിച്ചെടുക്കാൻ നോക്ക. നീ എന്തൊരു ഭാര്യയടി? നീ ഒരു പെണ്ണാണോ? ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, എനിക്കൊന്നും വേണ്ടതാനും. പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. വിജയേട്ടൻ എന്ത് ചെയ്താലും എനിക്കൊരു വിരോധമില്ല. അമ്മയ്ക്ക് ചുമ്മാ ഇരുന്നപ്പോ ഒരു പൊട്ടബുദ്ധി തോന്നിയതാ, അതങ്ങ് മറന്നേക്ക്. അച്ഛാ, നീ ഇതുവരെ കിടന്നില്ലേ? അച്ഛൻ കിടക്കണില്ലേ? കുറെ നേരം ആയാലും ഇങ്ങനെ നടപ്പ് തുടങ്ങിയിട്ട്. അകത്ത് ചൂടല്ലേ, അതാ. രാത്രി അച്ഛൻ ഫുഡ് കഴിക്കാനും വന്നില്ലല്ലോ. വിശക്കണ്ടേ മോളെ, വല്ലതും കഴിക്കണമെങ്കിൽ. അച്ഛൻ എന്താ പറ്റിയത്? ഒന്നുമില്ലടേ. എന്തോ ഭയങ്കര വിഷമമുണ്ട് അച്ഛന്. എന്നോട് പറയാത്തതാ? ജോലിയുടെ കാര്യത്തിലുള്ള ടെൻഷന്, സസ്പെൻഷൻ, ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടായേക്കും. അപ്പൊ ജയിലിൽ പോകേണ്ടി വരും. അതൊന്നും അത്ര സുഖമുള്ള കാര്യങ്ങളല്ലല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അച്ഛാ. ഏയ്, ആലോചിക്കണുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം കാണാൻ പറ്റിയേക്കും. മോള് പോയി കിടന്നോ? പൊക്കോടി. ഹലോ ഹലോ സാർ. സാർ ഒന്നും കേൾക്കുന്നില്ല. ഹലോ ഹലോ, വിജയരാഘവൻ. ഞാനൊരു വിവരം പറയാൻ വേണ്ടി വിളിച്ചതാ. പറഞ്ഞോ സാർ. നിങ്ങളൊരു കാര്യം ചെയ്യണം. 2 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അതാ നല്ലത്. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാറ് വിചാരിച്ച അത് ഒഴിവാക്കാൻ
ഞാൻ പറയുന്ന കേൾക്ക്. തൽക്കാലം വിജയം മാറി താമസിക്കുക. പിടി കൊടുക്കാതിരിക്കുന്നതാ ബുദ്ധി. അത് നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം. പിടി കൊടുത്ത സബ്ജക്റ്റിലേക്ക് റിമാൻഡ് ചെയ്യും. സാർ, എങ്ങോട്ടാ പോകുന്നതെന്ന് വീട്ടുകാരോട് പോലും പറയരുത്. പക്ഷേ എറണാകുളം വിട്ടു പോകരുത്. ഒളിവിൽ പോകുന്നത് മാനക്കേടല്ലേ സാർ? പത്രങ്ങളിലൊക്കെ ന്യൂസ് വരില്ലേ? നമുക്ക് കുറച്ച് സമയം കിട്ടും എന്തെങ്കിലും ചെയ്യാൻ. അതല്ലേ വലിയ കാര്യം. അറസ്റ്റ് ചെയ്താലും പത്രങ്ങളിൽ വാർത്ത വരത്തില്ലേ? ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സാർ. അതൊക്കെ നമുക്ക് കോടതി തെളിയിക്കാം. ഇപ്പോൾ സ്വയരക്ഷയല്ലേ വേണ്ടത്? ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ മാറിക്കണം. ഓക്കെ, വെക്കട്ടെ. വിജയേട്ടൻ വല്ലതും കഴിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് ഉറക്കം പിടിച്ചു. വിജയേട്ടൻ എന്തിനാ ഇത്രയ്ക്ക് തലപോയ്ക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്ത. ശ്യാമള ചേച്ചിയായിട്ട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. അവര് വലിയ പത്രാസുകാരായതുകൊണ്ട് എനിക്കത്രയ്ക്ക് അടുപ്പമൊന്നുമില്ല. പക്ഷെ അമ്മ എപ്പോഴും അവരെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ജാനിയെ വിടാമെന്ന് വിജയേട്ട സമ്മതിച്ച അമ്മ അവരോട് കേസിന്റെ കാര്യം പറയാമെന്ന് ഏറ്റിട്ടുണ്ട്. ജാനിയെ വിട്ടാൽ മാത്രമേ നിന്റെ അമ്മയ്ക്ക് അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. സ്വന്തം മകളുടെ ഭർത്താവ് ജയിലിൽ പോകുന്നതിന് അവർക്ക് യാതൊരു വിഷമവുമില്ലേ? വിഷമമുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു മാർഗം കണ്ടുപിടിച്ചത്. പിന്നെ ശ്യാമള ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മാത്രമേ അവരിങ്ങോട്ടും എന്തെങ്കിലും ചെയ്തു വരൂ. ഒരു പാല വിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ വിജയേട്ടാ?